ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ് ജീവന്റെ കുഞ്ഞറകൾ എന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ സെൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സെൽസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? കോശങ്ങളല്ലേ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അവർ ബോഡി ഈസ് ബിൽഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് called cells. They are the basic unit of all living things. The human body is made up of millions of cells. There are many small and large organisms around us. Their bodies are also made up of cells. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങളെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ? ഇല്ല അല്ലേ? എന്തായിരിക്കും കാരണം? നമ്മുടെ കണ്ണുകൾക്ക് ഒരു പരിധിക്കപ്പുറം ചെറിയ വസ്തുക്കളെ കാണാൻ കഴിയില്ല. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഏകദേശം 0.1 മില്ലിമീറ്റർ അഥവാ 100 മൈക്രോമീറ്റർ വലിപ്പമുള്ള വസ്തുക്കൾ വരെ മാത്രമേ വ്യക്തമായി കാണാൻ കഴിയൂ. ഭൂരിഭാഗം കോശങ്ങളുടെയും വലിപ്പം ഈ പരിധിയേക്കാൾ ചെറുതായതുകൊണ്ട് അവ നമ്മുടെ കണ്ണിന് മുന്നിൽ ഉണ്ടെങ്കിലും നമുക്ക് അവയെ കാണാൻ കഴിയില്ല. അടുത്തത് മൈക്രോസ്കോപ്പ്. സെൽസ് ആർ വെരി ടൈനി. They cannot be seen using a hand lens. We use a microscope to observe things that cannot be seen by naked eyes. എന്താ പറഞ്ഞിരിക്കുന്നത്? കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു. അവിടെ ഒരു മൈക്രോസ്കോപ്പിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഐ പീസ്. നെക്സ്റ്റ് എന്താ വരുക? ഒബ്ജക്റ്റീവ് ലെൻസ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. നെക്സ്റ്റ് സ്റ്റേജ് ക്ലിപ്പ്. നെക്സ്റ്റ് കണ്ടൻസർ. നെക്സ്റ്റ് മിറർ. നെക്സ്റ്റ് ലെറ്റ്സ് ഒബ്സർവ് സെൽസ്. കോശങ്ങൾ നിരീക്ഷിക്കാം. നമ്മളെ കോശങ്ങൾ അനായാസം എടുക്കാൻ പറ്റുന്ന ശരീരഭാഗമാണ് കവിളിൻ്റെ ഉൾവശം. കവിളിൻ്റെ കോശങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിനായി നമുക്കൊരു പരീക്ഷണം ചെയ്യാം. അതിനായി എന്തെല്ലാം സാമഗ്രികളാണ് കരുതേണ്ടത്? അതിന് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ റിക്വയർഡ്: ടൂത്ത് പിക്ക്, സ്ലൈഡ്, മെത്തിലിൻ ബ്ലൂ, സ്ട്രെയിൻ, കവർ ഗ്ലാസ്. പ്രവർത്തന രീതി ഞാൻ പറഞ്ഞുതരാം. ഒരു ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം മൃദുവായി ചുരണ്ടുക. ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്ന കവിളിന്റെ കോശങ്ങൾ സ്ലൈഡിന്റെ മധ്യഭാഗത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു തുള്ളി മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക. അതിനുശേഷം കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. അപ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ? നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ? ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള കവിളിലെ കോശങ്ങളെ കാണാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചർ റൈറ്റ് ഡൗൺ ദ പാർട്ട് പ്രസന്റ് ഇൻ ദ ചീക്ക് സെൽ, ആനിമൽ സെൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? കവിളിലെ കോശങ്ങൾക്ക് ജന്തുകോശം ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളതെന്ന് ചിത്രത്തിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുക. ഏതെല്ലായിരിക്കും? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്. അടുത്തത്, ആറിന്റെ പ്ലാന്റ്സ് ആൾസോ ലിവിംഗ് ബീങ്സ്? ആർ ദേ ആൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ലൈക്ക് ദിസ്? വാട്ട് ഈസ് യുവർ ഗസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? സസ്യങ്ങളും ജീവനുള്ളവയല്ലേ? അവയും ഇതേപോലെയുള്ള കോശങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഊഹം എന്തായിരിക്കും മക്കളെ? ജീവന്റെ നിർമ്മാണ ഘടകങ്ങളാണ് കോശങ്ങൾ. സസ്യങ്ങളും ഇത്തരം കോശങ്ങളാൽ നിർമ്മിതമാണല്ലേ. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. പ്ലാന്റ്സ് ആർ ആൾസോ മെയ്ഡ് അപ്പ് ഓഫ് ദീസ് സെൽസ്. നെക്സ്റ്റ് നമുക്ക് ഉള്ളിലെ കോശങ്ങൾ നോക്കിയാലോ. അതിലെ മെറ്റീരിയൽ റിക്വയർഡ്സ് എന്തെല്ലാം? ഒനിയൻ, ബ്ലേഡ്, ഫോസപ്പ്, നീഡിൽ, വാച്ച് ഗ്ലാസ്, സഫ്രിൻ, സ്ട്രെയിൻ, ഗ്ലിസറിൻ, പ്യുവർ വാട്ടർ, കവർ ഗ്ലാസ്, ടിഷ്യൂ, പേപ്പർ സ്ലൈഡ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് മക്കൾക്ക് പറഞ്ഞുതരാം. വൃത്തിയാക്കിയ ഒരു ഉള്ളിയിൽ നിന്ന് ഫോസപ്പ് ഉപയോഗിച്ച് ഒരു നേരിയ പാളി വേർതിരിച്ചെടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത നേർപ്പിച്ച സഫ്രാനിൻ സ്റ്റെയിനിലേക്ക് ഇടുക. കുറച്ച് സമയത്തിനു ശേഷം സ്റ്റെയിനിൽ പിടിച്ച 2-3 കഷ്ണം എടുത്ത് വാച്ച് ഗ്ലാസ്സിൽ എടുത്ത ശുദ്ധജലത്തിൽ ഇടുക. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് സ്ലൈഡിലെ ഗ്ലിസറിൽ വയ്ക്കുക.
നീഡിലിൻ്റെ സഹായത്തോടെ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക. തയ്യാറാക്കിയ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ വരുന്നത് മക്കൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ കാണും അല്ലേ. നെക്സ്റ്റ്, വണ്ടർ വേൾഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം. ഇപ്പം എന്താ നമ്മളതിൻ്റെ എയിം? ഒബ്സർവ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ത്രൂ എ മൈക്രോസ്കോപ്പ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തുള്ളി ജലം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. നെക്സ്റ്റ്, അതിന് മെറ്റീരിയൽ റിക്വയർഡ് മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വാട്ടർ ബോൾഡ് വിത്ത് എ ഹൈ ആൻഡ് കൂൾഡ് വാട്ടർ കളക്റ്റഡ് ഫ്രം പോൺ, പാഡി ഫീൽഡ്, സ്പൂൺ. ഇതിൻ്റെ പ്രൊസീജിയർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മക്കളത് നോക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പാടത്ത് നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച കുറച്ച് വെള്ളം ഒഴിക്കുക. 4-5 ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ നിന്ന് ഒരു തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. അതിൻ്റെ ഒബ്സർവേഷൻ ആ പിക്ചറിൽ കാണുന്നത് പോലെ ചെറു ജീവികൾ വെള്ളത്തിലൂടെ ചലിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ നിഗമനം എന്തായിരിക്കും? കൺക്ലൂഷൻ: although there are microorganisms, their bodies are also made up of cells. സൂക്ഷ്മജീവികളാണെങ്കിലും ഇവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണ്. നെക്സ്റ്റ്, യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഏകകോശ ജീവികളല്ലേ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. അപ്പം നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ജീവികൾ ഏകകോശ ജീവികളാണ്. അവയുടെ പേരുകൾ ചിത്രം നിരീക്ഷിച്ച് എഴുതുക. അവിടെ കൊടുത്തിട്ടുണ്ട് അമീബ. അടുത്ത എന്താ വരിക? യുഗ്ലീന, പാരമീസിയം. നെക്സ്റ്റ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ബഹുകോശ ജീവികൾ. ഈ ബഹുകോശ ജീവികൾ എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. നാടവിര, കുളയട്ട, പാറ്റ, നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഓന്ത്, ആന തുടങ്ങിയവ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. An organism whose body is made up of more than one cell is a multicellular organism. We can see multicellular organism with our naked eyes as they have numerous cells. Examples of multicellular organism include tapeworm, leech, cockroach, starfish, fish, frog, eagle, garden lizard, elephant. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Which are the life process carried out in multicellular organism? എന്താ പറഞ്ഞിരിക്കുന്നത്? ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? മൂവ്മെന്റ്, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ചലനം, പോഷണം, ശ്വസനം, ദഹനം, വിസർജനം, പ്രത്യുൽപാദനം. Do unicellular organism also have all the same life process as in multicellular organism? ഡിസ്കസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? ലൈഫ് പ്രോസസ് ആർ ദ സം ഓഫ് ഓൾ ദ ബേസിക് ഫങ്ഷൻ ദാറ്റ് ഓർഗാനിസം നീഡ് ടു സർവൈവ് ആൻഡ് ഗ്രോ. All of these functions occur in both unicellular and multicellular organisms, but the way they are performed differs. In unicellular organism, all life processes are performed by a single cell. എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവികൾക്ക് നിലനിൽക്കാനും വളരാനും ആവശ്യമുള്ള എല്ലാ അടിസ്ഥാന പ്രവർത്തനങ്ങളെയും ചേർത്താണ് ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും നടക്കുന്നുണ്ട്. പക്ഷെ അവ ഓരോന്നും നടക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒറ്റ കോശമാണ്. വൺ സെൽ ബിഗ് ഫാക്ട്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോശം ഏറെ വിശേഷം. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ by understanding the characteristics of unicellular and multicellular organism. ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കി നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. ഫസ്റ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം, നെക്സ്റ്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. നമുക്ക് ഫസ്റ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം നോക്കാം. ഫസ്റ്റ് പോസസ് സിംഗിൾ സെൽ. നെക്സ്റ്റ് ഓൾ ലൈഫ് ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ എ സിംഗിൾ സെൽ. ഒരൊറ്റ കോശം എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അടുത്തത് ദേ ഹാവ് എ സിമ്പിൾ ബോഡി സ്ട്രക്ചർ. ലളിതമായ ശരീരഘടനയാണ് അവയ്ക്കുള്ളത്. എക്സാമ്പിൾ അമീബ, പാരമീസിയം, ഈസ്റ്റ്.
ബാക്ടീരിയ. നെക്സ്റ്റ് നമുക്ക് ബഹുകോശ ജീവികൾ നോക്കാം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സെൽസ്. ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതം. അടുത്തത് ഈച്ച് ലൈഫ് ആക്ടിവിറ്റി ഈസ് പെർഫോം ബൈ സ്പെസിഫിക് സെൽസ് ആൻഡ് ഓർഗൻസ്. ഓരോ ജീവൽ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക കോശങ്ങളും അവയവങ്ങളും ഉണ്ട്. അടുത്തത് ദേ ഹാവ് എ കോംപ്ലക്സ് ബോഡി സ്ട്രക്ചർ. സങ്കീർണമായ ശരീരഘടനയാണ് അവയ്ക്കുള്ളത്. എക്സാമ്പിൾസ് ഹ്യൂമൻ, ആനിമൽസ്, പ്ലാന്റ്സ്, ഇൻസെക്ട്സ്. നെക്സ്റ്റ് ഇൻ ടു ദ സെൽ. കോശത്തിനുള്ളിലേക്ക്. സെൽ ഓർഗനൽസ് എന്ന് വെച്ചാൽ കോശാംഗങ്ങൾ എന്ന് വെച്ചാൽ കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന ഓരോ കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. ഇവ ഓരോന്നിൻ്റെയും ധർമ്മവും വ്യത്യസ്തമാണ്. മക്കളെ പിക്ചർ നോക്കിയേ. ചിത്രത്തിൽ കാണുന്നവ ഏതൊക്കെയാണ്? ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഇത് പിക്ചർ നോക്കിയേ. അത് യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലേ, ഏകകോശ ജീവി. നെക്സ്റ്റ് സെൽസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ബഹുകോശ ജീവികളിലെ കോശങ്ങൾ. ഫസ്റ്റ് നമുക്ക് ഏകകോശ ജീവി അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം നോക്കാം. പാരമീസിയം. Special features: this single cell perform all the vital functions such as respiration, nutrition, excretion, reproduction, and movement. They do not need the help of another to survive on their own. They often reproduce by dividing the cell into two binary vision. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പ്രത്യേകതകൾ: ശ്വസനം, പോഷണം, വിസർജനം, പ്രത്യുൽപാദനം, ചലനം തുടങ്ങിയ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഈ ഒറ്റ കോശം ചെയ്യുന്നുണ്ട്. മിക്കപ്പോഴും കോശം വിഭജിച്ച് രണ്ടായി മാറിക്കൊണ്ട് പ്രത്യുൽപാദനം നടത്തുന്നു. അടുത്തത് നമുക്ക് സെൽസിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം നോക്കാം. cheek cells, onion cells. Special features: the body is made up of billions of cells. Cells that do the same jobs are grouped together to form tissues, and tissues are grouped together to form organs. Each cell has its own specific job. For example, muscle cell help in movement. Since each cell does a specific job, the work is done accurately and efficiently. It cannot exist alone. It can only function by cooperating with other cells in the body. Due to the cooperation between cells, they are able to have more complex body structures and functions. എന്താ പറഞ്ഞിരിക്കുന്നത്? ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. ഒരേ ജോലി ചെയ്യുന്ന കോശങ്ങൾ ചേർന്ന് കലകളായും കലകൾ ചേർന്ന് അവയവങ്ങളായും രൂപപ്പെട്ടിരിക്കുന്നു. ഓരോ കോശത്തിനും അതിൻ്റെതായ പ്രത്യേകത ജോലി ഉണ്ടായിരിക്കും. ഓരോ കോശവും ഓരോ പ്രത്യേക ജോലി ചെയ്യുന്നതിനാൽ ജോലികൾ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും നടക്കുന്നു. ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. ശരീരത്തിലെ മറ്റു കോശങ്ങളോടും സഹകരിച്ചാൽ മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ കഴിയൂ. കോശങ്ങൾ തമ്മിലുള്ള സഹകരണം കാരണം ഇവയ്ക്ക് കൂടുതൽ സങ്കീർണമായ ശരീരഘടനയും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നു. നെക്സ്റ്റ്, ഐഡന്റിഫൈ ആൻഡ് ലിസ്റ്റ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് എ സെൽ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിന്റെ സഹായത്തോടെ കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് ലിസ്റ്റ് തയ്യാറാക്കുക. ഫസ്റ്റ് ന്യൂക്ലിയസ്, നെക്സ്റ്റ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺഡ്രിയോൺ, റൈബോസോം, വാക്യൂൾ. നെക്സ്റ്റ് പാർട്സ് ഓഫ് സെൽസ് ആൻഡ് ദർ ഫങ്ഷൻസ്. കോശത്തിന്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും. ഒരു ജന്തുകോശത്തിന്റെ വിവിധ ഭാഗങ്ങളും അവ നിർവഹിക്കുന്ന ധർമ്മങ്ങളും പട്ടികയിൽ നൽകിയിരിക്കുന്നു. The different parts of the animal cells and their functions are given in the table. അപ്പോൾ നമുക്ക് ആ പട്ടിക നോക്കാം. ഫസ്റ്റ് പാർട്സ് ഓഫ് സെൽ ഫങ്ഷൻ, കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ധർമ്മം. നമുക്ക് ഫസ്റ്റ് സെൽ മെംബ്രെയിൻ നോക്കാം. അതിന്റെ ഫങ്ഷൻ കവേഴ്സ് ദ സെൽ, കോശത്തിനെ ആവരണം ചെയ്യുന്നു. അടുത്തത് സൈറ്റോപ്ലാസം, ഹോൾ ദ സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സ്പെക്ട് ന്യൂക്ലിയസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നു. അടുത്തത് ന്യൂക്ലിയസ് കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ്, കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്തത് വാക്യൂള്. വാക്യൂൾ എന്ന് വെച്ചാൽ ഫാനം. അതിന്റെ ഫങ്ഷൻസ് സ്റ്റോർസ് വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. അടുത്തത് റൈബോസോം, സിന്തസൈസസ് പ്രോട്ടീൻ, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ആക്ട് ആസ് ഇൻട്രാസെല്ലുലാർ പാത്വേ, കോശത്തിനുള്ളിലെ സഞ്ചാര പാതയായി വർത്തിക്കുന്നു.
ഇനി ഈ പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കോശഭാഗങ്ങളുടെയും ധർമ്മം ചർച്ച ചെയ്ത് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ? എന്താ പറഞ്ഞിരിക്കുന്നത്? കോശസ്തരത്തിന്റെ ധർമ്മം എന്ത്? എന്താ മക്കളെ? ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ സെൽ. കോശത്തെ ആവരണം ചെയ്തു സംരക്ഷിക്കുന്നു. അടുത്തത്, വിച്ച് ഈസ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾസ് ദ എൻറ്റയർ സെൽ? എന്താ പറഞ്ഞിരിക്കുന്നത്? കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? ന്യൂക്ലിയസ്. അടുത്തത്, വിച്ച് സെൽ ഓർഗനൽ വർക്ക് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? എന്താ പറഞ്ഞിരിക്കുന്നത്? കോശത്തിലെ ഊർജ്ജ നിലയമായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺഡ്രിയോൺ. നെക്സ്റ്റ്, വിച്ച് ഓർഗനൽ ആക്ട് ആസ് ദ പാത്വേ വിത്തിൻ ദ സെൽ? എന്താ പറഞ്ഞിരിക്കുന്നത്? കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫങ്ഷൻ ഓഫ് എ വാക്യൂൾ ആൻഡ് ദാറ്റ് ഓഫ് റൈബോസോം? എന്താ പറഞ്ഞിരിക്കുന്നത്? ഫേനത്തിന്റെയും റൈബോസോമിന്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്തായിരിക്കും മക്കളെ? കോശത്തിനകത്ത് ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുക എന്നതാണ് ഫേനത്തിന്റെ ധർമ്മം. എന്നാൽ പ്രോട്ടീൻ ഉൽപാദനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോശാംഗമാണ് റൈബോസോം. The function of the vacuole is to store water, salts and waste products inside the cell. However, the ribosome is the cell organelle that functions as the center of protein production. Next, plant cell, സസ്യകോശം. സസ്യകോശത്തിന്റെ ഭാഗങ്ങളാണ് ആ ചിത്രത്തിലുള്ളത്. മക്കൾക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഏതെല്ലാം ഉണ്ട്. സെൽ വാൾ ഉണ്ട് അല്ലേ, കോശ ഭിത്തി ഉണ്ട്, അടുത്തതെന്താ സെൽ മെംബ്രെയിൻ ഉണ്ട്, കോശസ്തരം, നെക്സ്റ്റ് സൈറ്റോപ്ലാസം, കോശദ്രവ്യം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺഡ്രിയോൺ, റൈബോസോം, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്. ഹൗ ഡസ് plant cell differ from animal cell? Do you see any parts in plant cells that is different from animal cells? അനലൈസ് ദ ഫിഗർ ആൻഡ് റൈറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സസ്യകോശം ജന്തുകോശത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ജന്തുകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ കാണുന്നുണ്ടോ? ഈ ചിത്രം വിശകലനം ചെയ്ത് എഴുതുക. ഏതെല്ലായിരിക്കും? ക്ലോറോപ്ലാസ്റ്റ്, സെൽ വാൾ, വാക്യൂൾ. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ദ പ്ലാന്റ് സെൽ പാർട്സ് ദാറ്റ് ഡിഫർ ഫ്രം ആനിമൽ സെൽസ് ആൻഡ് ദർ ഫങ്ഷൻസ് ആർ ഗിവൺ ബിലോ ഇൻ ദ ടേബിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ജന്തുകോശത്തിൽ നിന്ന് വ്യത്യസ്തമായി സസ്യകോശത്തിൽ കാണുന്ന ഭാഗങ്ങളും അവയുടെ ധർമ്മവും പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഫസ്റ്റ്, പാർട്സ് ഓഫ് സെൽ, കോശത്തിന്റെ ഭാഗങ്ങൾ. നെക്സ്റ്റ്, ഫങ്ഷൻ. ഫസ്റ്റ് നമ്മൾ സെൽ വാളിന്റെ നോക്കാം. കോശഭിത്തി, അതിന്റെ ഫങ്ഷൻ പ്രൊട്ടക്ട് ദ സെല്ല്, കോശത്തെ സംരക്ഷിക്കുന്നു. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ്, അതിന്റെ ഫങ്ഷൻ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് അല്ലെ, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. നെക്സ്റ്റ്, the nucleus is an important cell organelle inside the cell. Vacuole, ribosome, endoplasmic reticulum, mitochondrion, chloroplast, etc. seen in the cytoplasm are other cell organelles. എന്താ പറഞ്ഞിരിക്കുന്നത്? കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺഡ്രിയം, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റ് കോശാംഗങ്ങളാണ്. നെക്സ്റ്റ്, tabulate the similarities and difference between the animal cell and plant cell. ജന്തുകോശത്തിന്റെയും സസ്യകോശത്തിന്റെയും സാമ്യ വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക. ഫസ്റ്റ്, സിമിലാരിറ്റി ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യങ്ങൾ. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമുക്ക് ഫസ്റ്റ് നോക്കാം. സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. എന്തായിരിക്കും? Both have the nucleus which is the center of the cell and control its function. എന്താ പറഞ്ഞിരിക്കുന്നത്? കോശത്തിന്റെ കേന്ദ്രവും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ മർമ്മം രണ്ടിലും ഉണ്ട്. അടുത്തത്, ദ സെൽ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയ, റൈബോസം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് അതർ ഓർഗനൽസ് ആർ ആൾസോ ഫൗണ്ട് ഇൻ ബോത്ത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോൾഗി അപ്പാരറ്റസ് എന്നീ കോശാംഗങ്ങളും രണ്ടിനും ഒരുപോലെ കാണപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ നോക്കാം.
പ്ലാന്റ് സെൽസ് ഹാവ് എ സെൽസ് വാൾ ഇൻ അഡീഷൻ ടു ദ സെൽ മെംബ്രെയിൻ ദാറ്റ് ഫൗണ്ട് ഇൻ ആനിമൽ സെൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ജന്തുകോശങ്ങളിലെ കോശസ്തരത്തിന് പുറമെ കോശഭിത്തിയുടെ സാന്നിധ്യം സസ്യകോശങ്ങളിൽ കാണാം. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ബട്ട് നോട്ട് ഇൻ ആനിമൽ സെൽസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റുകളുടെ സാന്നിധ്യം സസ്യകോശങ്ങളിലുണ്ട്, എന്നാൽ ജന്തുകോശങ്ങളിൽ ഇല്ല. നെക്സ്റ്റ്, vacuole, a single larger vacuole in plant cells, smaller and sometimes absent in animal cell. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫേനം സസ്യകോശങ്ങളിൽ വലിപ്പം കൂടിയ ഒരൊറ്റ ഫേനം, ജന്തുകോശങ്ങളിൽ വലിപ്പം കുറഞ്ഞവ ചിലപ്പോൾ ഇല്ലാതിരിക്കാം. നെക്സ്റ്റ്, സ്മോൾ ആൻഡ് ലാർജ്, ചെറുതും വലുതും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണവും കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. We grow not because of the increase in the size of cells in our body, but because of the increase in their number. The difference in size between organisms is also due to difference in the number of cells. നെക്സ്റ്റ്, ഡൈവേഴ്സിറ്റി എമംഗ് സെൽ, കോശങ്ങൾ പലതരം. അവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കി മക്കളെ. ഈസ് ദ ബോഡി മെയ്ഡ് അപ്പ് ഓഫ് സെൽ? ഇഫ് സോ ഡു വി ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ഓൾ പാർട്സ് ഓഫ് അവർ ബോഡി. എന്താ പറഞ്ഞിരിക്കുന്നത്? ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശമായിരിക്കുമോ കാണുന്നത്? എന്തായിരിക്കും മക്കളെ? നോ. Not all parts of our body have the same type of cells, although the body is made up of billions of cells. Cells vary greatly in shape and structure to perform the specific functions of each part. This phenomenon is called cell differentiation. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശങ്ങളല്ല കാണപ്പെടുന്നത്. ശരീരം കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഓരോ ഭാഗത്തിന്റെയും പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി കോശങ്ങൾ രൂപത്തിലും ഘടനയിലും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ പ്രതിഭാസത്തെ കോശവൈവിധ്യം എന്ന് വിളിക്കുന്നു. The human body is made up of different types of cells. There are about 200 different types of cells such as nerve cells, blood cells and muscle cells. Functions of all these are not the same. Their shapes also vary. എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെയെല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മക്കളെ പിക്ചർ നോക്കിയ പിക്ചറിലുണ്ട് ബ്ലഡ് സെൽസ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്. നെക്സ്റ്റ്, ക്ലസ്റ്റർ ഓഫ് സെൽസ്, കോശങ്ങളുടെ കൂട്ടായ്മ. സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെ കലകൾ എന്ന് വിളിക്കുന്നു. Cells that are similar in shape and perform the same functions are collectively called tissue. Tissues of different types. Skin is the part that covers and protects the body of animal. It's a group of cells. These are the epithelial tissues. Body has different types of tissues like nerve tissues and muscular tissues. Nerve tissues are formed by the combination of nerve cells and muscular tissues are formed by the combination of muscle cells. എന്താ പറഞ്ഞിരിക്കുന്നത്? ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കലകൾ. നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാഡീകലകൾ, പേശീകോശങ്ങൾ കൂടിച്ചേർന്ന് പേശീകലകൾ എന്നിങ്ങനെ പലതരം കലകൾ ശരീരത്തിലുണ്ട്. സസ്യങ്ങളിലും ഇത്തരത്തിൽ വിവിധ കലകൾ കാണപ്പെടുന്നു. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്ന അനേകം കലകൾ ഒന്നു ചേർന്ന് വിവിധ അവയവങ്ങൾ ഉണ്ടാകും. ഉദാഹരണം ലിവർ, ഹാർട്ട്. നെക്സ്റ്റ്, ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. വാട്ട് യു സീ? മക്കൾ ആ പിക്ചർ നോക്കിയാൽ നമ്മൾ എന്താണ് കാണുന്നത്? ലങ്സ് കാണുന്നുണ്ട് അല്ലേ? ശ്വാസകോശം കാണുന്നുണ്ട്, ശ്വാസനാളം കാണുന്നുണ്ട്, ട്രക്കിയ. നെക്സ്റ്റ്, നോസ്ട്രിൽസ് കാണുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ്, ആർ ദ ലങ്സ്, ട്രക്കിയ ആൻഡ് നോസ്ട്രിൽസ് ഓർഗൻസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ലങ്സും ട്രക്കിയും നോസ്ട്രിൽസും അവയവങ്ങളാണോ? ആണോ മക്കളെ? യെസ്, അതെ. Different organs function in coordination. They form an organ system. The lung is an organ. Similarly, nostrils and trachea are also organs. Together, they form the respiratory system.
The circulatory system is another organ system in our body. The combination of such organ system forms an organism. എന്താ പറഞ്ഞിരിക്കുന്നത്? അതെ, വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായി മാറുന്നു. ശ്വാസകോശം ഒരു അവയവമാണ്. അതുപോലെ നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അവയവങ്ങളാണ്. ഇവ ചേർന്ന് ശ്വസന വ്യവസ്ഥയാകുന്നു. നമ്മുടെ ശരീരത്തിലെ മറ്റൊരു അവയവ വ്യവസ്ഥയാണ് രക്തപര്യന വ്യവസ്ഥ. ഇതുപോലുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി ജേർണി ഓഫ് സെൽസ് ഇൻ ടു എൻ ഓർഗാനിസം. എന്താ പറഞ്ഞിരിക്കുന്നത്? കോശങ്ങളിൽ നിന്ന് ജീവികളിലേക്കുള്ള പ്രയാണം നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയ മക്കളെ സെൽസ്, പിന്നെ ടിഷ്യൂസ് അല്ലേ, കോശങ്ങൾ, കലകൾ. നെക്സ്റ്റ് ഓർഗൻസ്, അവയവങ്ങൾ. നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റംസ്, അവയവ വ്യവസ്ഥകൾ. നെക്സ്റ്റ് ഓർഗാനിസം, ജീവി. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് റെക്കോർഡ് ഇറ്റ്സ് ഇൻ ദ സയൻസ് ഡയറി. കംപ്ലീറ്റ് നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് സെൽസ് അല്ലേ, നെക്സ്റ്റ് ടിഷ്യൂസ്, പിന്നെ ഓർഗൻസ്, പിന്നെ ഓർഗൻ സിസ്റ്റം, പിന്നെ ഓർഗാനിസം. ഇനി നമുക്ക് ലാസ്റ്റ് പേജത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ലെറ്റ് ആക്സസ് സം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കോശങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏത്? ഫസ്റ്റ്, ഓൾ സെൽസ് ഹാവ് സെൽ വാൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ കോശങ്ങളിലും കോശഭിത്തിയുണ്ട്. നെക്സ്റ്റ്, ഓൾ സെൽസ് ഹാവ് സെൽ മെംബ്രെയിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്. നെക്സ്റ്റ്, ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. എല്ലാ കോശങ്ങളും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ്, ഓൾ സെൽസ് ഹാവ് സൈറ്റോപ്ലാസ്റ്റ്. എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. അപ്പോൾ ഏതായിരിക്കും മക്കളെ ആൻസർ? അതിൽ ഇൻകറക്റ്റ് ആയത് എ ആൻഡ് സി അല്ലേ. എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ടെന്നും എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. പ്ലാന്റ് ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്, ആനിമൽ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദീസ് സ്റ്റേറ്റ്മെന്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം എന്ത്? നമുക്കത് നോക്കാം. ഫസ്റ്റ്, ദർ ഇസ് നോ ഡൈവേഴ്സിറ്റി അമംഗ് ദ സെൽസ് ഓഫ് ലിവിങ് ഓർഗാനിസം. എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല. നെക്സ്റ്റ്, സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ തിങ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. നെക്സ്റ്റ്, സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അപ്പൊ ഏതായിരിക്കും മക്കളെ ആൻസർ വരിക? ഏതായിരിക്കും? സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് അല്ലേ. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശങ്ങളാണ്. നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ: സെൽസ്, ഓർഗാനിസം, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്നത് ക്രമമായി എഴുതുക. കോശങ്ങൾ, ജീവി, കലകൾ, അവയവസ്ഥ, അവയവം. ഫസ്റ്റ് എന്താ വരിക? സെൽസ്, നെക്സ്റ്റ് ടിഷ്യൂസ്, നെക്സ്റ്റ് ഓർഗൻ, നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റം, നെക്സ്റ്റ് ഓർഗാനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, unicellular organisms have smaller cells and multicellular organisms have larger cells. What is your response to this statement? എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്ത്? എന്തായിരിക്കും മക്കളെ? ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഈ പ്രസ്താവന ശരിയല്ല അല്ലേ. എന്തുകൊണ്ട്? ദാറ്റ് ഈസ് ദ ഐഡിയ ദാറ്റ് യൂണിസെല്ലുലർ ഓർഗാനിസം ഹാവ് സ്മോൾ സെൽസ് ആൻഡ് മൾട്ടിസെല്ലുലർ ഓർഗാനിസം ഹാവ് ലാർജ് സെൽസ് ഈസ് റോങ്. ദ സൈസ് ഓഫ് എൻ ഓർഗാനിസം ഈസ് determined not by the size of the cell but by the number of cells. It's not necessary that unicellular organisms have small cells. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ് എന്ന ധാരണ തെറ്റാണ്. ഒരു ജീവിയുടെ വലിപ്പം നിർണ്ണയിക്കുന്നത് കോശത്തിന്റെ വലിപ്പമല്ല, മറിച്ച് കോശങ്ങളുടെ എണ്ണമാണ്. ഏകകോശ ജീവികളുടെ കോശം ചെറുതായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തെ എല്ലാ ആക്ടിവിറ്റീസും ഇന്ന് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.